ഫിയർ ഓഫ് റിജക്ഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണിത്. ആളുകൾ നമ്മളെ റിജക്റ്റ് ചെയ്യുമോ, നമ്മളോട് പറ്റില്ല എന്ന് പറയുമോ എന്നുള്ള പേടി. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമായിരിക്കും, പക്ഷേ പ്രപ്പോസ് ചെയ്താൽ നോ പറയുമോ എന്നുള്ള പേടി. ഒരു ജോബിന് അപ്ലൈ ചെയ്യണം എന്നുണ്ടാവും, പക്ഷേ ഇൻ്റർവ്യൂവിൽ ഫെയിൽ ആവുമോ എന്നുള്ള പേടി. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. വേണ്ട, ചെയ്യണ്ട, ചെയ്തു കഴിഞ്ഞാൽ നീ എന്തായാലും ഫെയിലാവും, പിന്നെ എന്തിനാ വെറുതെ മെനക്കെടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് വോയിസ് ആവും. ഇത് നമ്മളെ റിസ്ക് എടുക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് ചേസ് ചെയ്യുന്നതിൽ നിന്നുമൊക്കെ പുറകോട്ട് വലിക്കും. ഇത് ശരിക്കും നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ്. നമുക്കിത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. വി ക്യാൻ റീവയർ അവർ ബ്രെയിൻ. സോ ഇന്ന് നമ്മൾ ഫിയർ ഓഫ് റിജക്ഷനെ പറ്റിയും ആൻഡ് അതിനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. വൈ ഡസ് റിജക്ഷൻ ഫീൽ സോ പെയിൻഫുൾ? റിജക്ഷൻ ശരിക്കും ഒരു ഇമോഷണൽ ആയിട്ടുള്ള പെയിൻ ആണെങ്കിലും നമുക്കത് ഒരു ഫിസിക്കൽ പെയിൻ പോലെയാവും ഫീൽ ചെയ്യുക. പഠനങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് റിജക്ഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഫിസിക്കൽ പെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്ന അതേ ഏരിയാസ് ആണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ നോ കിട്ടുമ്പോഴേക്കും ഭയങ്കര പെയിന് ഫീൽ ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മുടെ പൂർവികരുടെ കാലത്ത് നിന്നും ഇവോൾവ് ആയതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് സർവൈവലിൻ്റെ ഭാഗമായിരുന്നു. റിജക്ഷൻ ഉണ്ടായാൽ അത് ജീവന് തന്നെ ആപത്തായിരുന്നു. നമ്മളിപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും അല്ലെങ്കിലും നമ്മുടെ ബ്രെയിൻ ഇപ്പോഴും റിജക്ഷൻസിനെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ത്രെറ്റായിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ചില കോമൺ ട്രിഗേഴ്സ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തേത് ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്ത് പറയും എന്നുള്ള പേടി. രണ്ടാമത്തേത് ഫിയർ ഓഫ് ഫെയിലിയർ, തോൽക്കുമോ, നമ്മുടെ സെൽഫ് വർത്ത് പോകുമോ എന്നുള്ള പേടി. മൂന്നാമത്തേത് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്, ആരും നമ്മളെ കൂട്ടാണ്ട് ഒറ്റയ്ക്കായിട്ട് പോകുമോ എന്നുള്ള പേടി. സോ ഇത്തരത്തിലുള്ള ട്രിഗേഴ്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഇതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും, അല്ലാതെ ഇത് നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കരുത്. ശരിക്കും ഈ ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ടല്ലോ, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെയും നിങ്ങളുടെ ലൈഫിനെയും ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. ഡെയിലി എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ മുതൽ നമ്മുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്ന വലിയ തീരുമാനങ്ങൾ വരെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്പർ 1, മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച ജോലിക്ക് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ഫെയിൽ ആയാലോ എന്നുള്ള പേടി കാരണം ഒരു നല്ല ബിസിനസ് ആശയം ഉണ്ടായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് ചോദിക്കണം എന്നുണ്ടായിട്ടും ആൾ നിങ്ങളെ ഇഗ്നോർ ചെയ്താലോ എന്ന് പേടിച്ചിട്ട് ചോദിക്കാണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നൊന്നായിട്ട് ഒരു കൂമ്പാരമായിട്ട് മാറും. ആൻഡ് ഇത് നിങ്ങളെ ഡ്രീംസ് ചേസ് ചെയ്യുന്നതിൽ നിന്നും പുറകോട്ട് വലിക്കുകയും ചെയ്യും. രണ്ടാമത്തേത് സ്റ്റാൾ ഗ്രോത്ത്. ഫിയർ ഓഫ് റിജക്ഷൻ എപ്പോഴും സേഫ് ആയിട്ടിരിക്കാനായിട്ട് നിങ്ങളെ പുഷ് ചെയ്യും. നിങ്ങളെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചലഞ്ചസ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യും. കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ സ്ട്രോങ്ങർ ആൻഡ് കോൺഫിഡൻ്റ് ആക്കാൻ സഹായിക്കുന്ന എക്സ്പീരിയൻസസ് നിങ്ങൾ മിസ് ചെയ്യും. അതായത് നിങ്ങളുടെ റിയൽ ലൈഫും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിനുമിടയിൽ ഒരു മതിൽ പോലെ ഈ ഫിയർ ഓഫ് റിജക്ഷൻ നിൽക്കും. സിമ്പിൾ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് അറിയോ, ഈ ഫിയർ ഓഫ് റിജക്ഷൻ പല ഫോംസിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് എക്സ്ക്യൂസസ് പറയുക, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക, സെൽഫ് ഡൗട്ട്, ഇതൊക്കെ ഫിയർ ഓഫ് റിജക്ഷൻ കാരണവും ഉണ്ടാവാം. ഇപ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു കാര്യം ചെയ്യാനുണ്ടാവും, പക്ഷേ സ്വയം പറയും ഇന്ന് വേണ്ട, അത് നാളെ ചെയ്യാമെന്ന്. പക്ഷേ ശരിക്കും നിങ്ങളതിൽ ഫെയിൽ ആവുമോ എന്ന് പേടിച്ചിട്ടാവും അത് പിന്നത്തേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത്. ഇനി ഓവർ തിങ്കിങ് എടുക്കാം. കുറേ മണിക്കൂർ ഇരുന്ന് ചെയ്ത പ്രൊജക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ മെസ്സേജ് ആയിരിക്കും, ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സെൻഡ് ചെയ്യില്ല. സ്വന്തം സെൽഫ് വർത്ത് കുറച്ച് കാണുക. നിങ്ങളെപ്പോഴും ചെറുതുകൊണ്ട് തൃപ്തിപ്പെടും. അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും ഓപ്പർച്യൂണിറ്റീസിലായാലും ഒക്കെ. ബിക്കോസ് നിങ്ങൾക്ക് സ്വയം തോന്നും വലുത് ആഗ്രഹിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന്. ഈ ഫിയർ ഓഫ് റിജക്ഷൻ ഒരു ഇൻവിസിബിൾ പ്രിസൺ പോലെയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ടാവും ഇതാണ് ശരിക്കും പ്രാക്ടിക്കൽ എന്ന്. ബട്ട് സത്യം എന്തായിരിക്കും? നിങ്ങളുടെ പേടി നിങ്ങളുടെ ആക്ഷൻസിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതാവും. ഫോർ എക്സാമ്പിൾ, മറ്റൊരാൾ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സ്വയം ഫെയിൽ ആവും എന്ന് പറയുക. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ഉള്ളിലുള്ള ട്രൂ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് മറ്റുള്ളവരോട് പറയാതിരിക്കുന്നത്, പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങാതെ ഫുൾ ടൈം കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുന്നത്, അങ്ങനെ ഒരു ജയിലിൽ കിടക്കുന്ന പോലെ ആയിരിക്കും. റിപ്പീറ്റിംഗ് സെയിം പാറ്റേൺസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. സോ വൺസ് നിങ്ങളിത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അവയർനെസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ എങ്ങനെ ഈ ഫിയർ ഓഫ് റിജക്ഷൻ മാറ്റിയെടുക്കാം? അതിനുള്ള കുറച്ച് സ്ട്രാറ്റജീസ് പറഞ്ഞുതരാം. പ്രാക്ടിക്കൽ എക്സസൈസസ് ടു ഓവർകം ഫിയർ ഓഫ് റിജക്ഷൻ. നമ്പർ 1, ദ റിജക്ഷൻ ജേർണൽ. നിങ്ങൾ ഓരോ തവണ റിജക്ഷൻ ഫേസ് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി ജേർണലിംഗ് ചെയ്യുക. ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു ജേർണൽ ആപ്പിലോ എഴുതി വയ്ക്കുക. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു ആൻഡ് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നൊക്കെ. സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങൾ പറയാം. 1, വാട്ട് ഡിഡ് ഐ ട്രൈ? ഞാൻ എന്താണ് ട്രൈ ചെയ്തത്? നിങ്ങളെടുത്ത എഫേർട്ട് എന്താണെന്ന് എഴുതുക. ദെൻ വാട്ട് ഡിഡ് ഐ ലേൺ? ഞാൻ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് നോക്കുക. ദെൻ വാട്ട് വിൽ ഐ ഡു നെക്സ്റ്റ്? നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്ന് പ്ലാൻ ചെയ്യുക.
ചെയ്യുക. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ കുറേ കൂടി അവെയർ ആവും ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി റിജക്ഷൻസിനെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ 2, ദ റിജക്ഷൻ ചലഞ്ച്. ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നിങ്ങളൊരു റിജക്ഷൻ ചലഞ്ച് എടുക്കുക. ഈ ചലഞ്ചിൽ നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടാൻ ഹൈ ചാൻസ് ഉള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു നോക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ചോദിക്കുന്നത്, ഒരു സ്ട്രേഞ്ചറോട് പെണ്ണ് ചോദിക്കുന്നത്, റിജക്റ്റ് ചെയ്യും എന്നറിയാമെങ്കിലും നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ഒരാളോട് നിങ്ങളുടെ ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്നത്, എക്സെട്ര. ഇതെന്തിനാന്ന് വെച്ചാൽ റിജക്ഷൻ കിട്ടി നമുക്കത് ഫെമിലിയർ ആയിട്ട് മാറണം. നിങ്ങൾ പേടിക്കുന്ന പോലെ ഒരു നോ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. നമ്പർ 3, ഡെയിലി അഫർമേഷൻസ്. മറ്റൊരു കാര്യം ഡെയിലി അഫർമേഷൻസ് ആണ്. നെഗറ്റീവ് സെൽഫ് ടോക്കിനെ പോസിറ്റീവ് അഫർമേഷൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. നിങ്ങളെ സ്വയം റിമൈൻഡ് ചെയ്യുക റിജക്ഷൻസ് ഒരിക്കലും നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നില്ല എന്ന്. അഫർമേഷൻസിന് ചില എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഐ ആം നോട്ട് അഫ്രെയ്ഡ് ഓഫ് ഹിയറിംഗ് നോ. എനിക്ക് റിജക്ഷൻ കിട്ടുന്നതിൽ പേടിയില്ല. എവറി റിജക്ഷൻ ഈസ് എ സ്റ്റെപ്പ് ക്ലോസർ ടു സക്സസ്. ഓരോ റിജക്ഷനും വിജയത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. മൈ വർത്ത് ഈസ് നോട്ട് ടൈഡ് ടു സമ്മൺ എൽസസ് ഒപ്പീനിയൻ. എൻ്റെ വെർത്ത് വേറൊരാളുടെ ഒപ്പീനിയൻ അല്ല തീരുമാനിക്കുന്നത്. സോ ഈ അഫർമേഷൻസ് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് ഡെയിലി എടുത്ത് വായിക്കാം. അങ്ങനെ നിങ്ങളുടെ ബ്രെയിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്പർ 4, വിഷ്വലൈസേഷൻ എക്സസൈസ്. റിജക്ഷൻ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. കണ്ണടയ്ക്കുക ആൻഡ് ദെൻ ഇമാജിൻ ചെയ്യുക ഒരാൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യാണ്, നിങ്ങളോട് നോ പറയാണ്. ബട്ട് പേടിയൊന്നും കൂടാതെ നിങ്ങൾ കാമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ ഫേസ് ചെയ്യാണ്. യു ആർ സിംപ്ലി മൂവിങ് ഫോർവേഡ്. ഈ ഒരു മെൻ്റൽ റിഹേഴ്സൽ റിജക്ഷൻ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യും. സോ ഈ എക്സസൈസസ് ഒക്കെ റിജക്ഷൻസുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ റീഫ്രെയിം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പേടിയിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ റിജക്ഷനെ ഒരിക്കലും നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കരുത്. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സമായിട്ട് വരാനായിട്ട് അനുവദിക്കരുത്. സോ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പ്രോബ്ലം കുറേയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അവരുടെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.